ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന കറി എന്നാന്ന് വെച്ചാൽ ഗോവൻ ഫിഷ് കറി. ഇനി അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്നാക്കിയാന്ന് അറിയണ്ടേ? ഇവിടെ ഇപ്പം ഞാൻ മേടിച്ചേക്കുന്നേ കുറച്ച് നെമ്മീനാന്നേ. ഇതല്ലെന്നുണ്ടെങ്കിൽ കൊഞ്ചാന്നേലും ഓക്കെയാ. പിന്നെ ഇച്ചിരി നാരങ്ങാ നീര്, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ആന്നേലും ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ഇച്ചിരി ഉപ്പ്. പിന്നെ വേണ്ടിയത് നമുക്ക് വറുക്കാനുള്ളതാന്നേ ഒരു ഇച്ചിരി ജീരകം, പിന്നെ ആണേൽ മല്ലി, പൊടിയല്ല തനി മല്ലിയ. ഇവിടെ ഇപ്പം ആന്നേലും ഞാൻ എടുത്തേക്കുന്ന കാശ്മീരി മുളകാന്നേ. ഇത് ഞാൻ എടുക്കുന്ന എന്നാത്തിനാന്നറിയാമല്ലോ, ഇതിന് കറിക്ക് ഇച്ചിരി കൊഴുപ്പ് കിട്ടും, എരിവ് കാണുമല്ല, എന്നാൽ നല്ല നിറവായിരിക്കും. നമുക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ സാധാ വറ്റമുളക് എടുത്തേച്ചാൽ മതി. പിന്നെ ഒരു 3-4 വെളുത്തുള്ളി, പിന്നെ ആന്നേൽ ഒരു കഷ്ണം ഇഞ്ചി, ഇത്രയും വേണ്ട, എൻ്റെ അരയോളം മതി. പിന്നെ ആന്നേൽ കുറച്ച് പുളിയാന്നേ, ഇത് നമ്മുടെ വാളംപുളിയാന്നേ. ഇനി നമുക്ക് എന്നാ വേണ്ടിയെന്ന് അറിയാമോ, കുറച്ച് വെജിറ്റബിൾ ഓയിലാണ്. അതെല്ലാം മീൻകറി നമുക്ക് വെളിച്ചെണ്ണയിലാണ് ചെയ്യാൻ ഇഷ്ടമെന്ന് വെച്ചാൽ അതായാലും നല്ലതാ, നോ പ്രോബ്ലം. പിന്നെ ഇച്ചിരി കടുക്, പിന്നെ കുറച്ച് ഒരു മുഴുത്ത സവാളയാണ് ഇത് അരിഞ്ഞേക്കുന്നത്, കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക. ഇതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി എടുത്തേച്ചാലും മതി. പിന്നെ അതേപോലെ തന്നെ ഒരു മുഴുത്ത തക്കാളിയാന്നു അതും അരിഞ്ഞേക്കുക. പിന്നെ വേണ്ടിയത് കുറച്ച് തേങ്ങാപ്പാൽ വേണം, കട്ടി തേങ്ങാപ്പാലേ. പിന്നെ വേണ്ടിയത് കുറച്ച് വിനീഗർ, ഒരു ഇച്ചിരിയേ മതി. നാരങ്ങാനീര് ചേർക്കുന്നതുകൊണ്ട് ഒരിച്ചിരി പഞ്ചസാര വേണേ. അന്നേരം ആലോചിക്കല്ലേ മീൻകറിയിൽ പഞ്ചസാര ഇടുന്നതിനകത്തിനെന്ന്. അത് ഒത്തിരി ഒന്നും ഇടുകയല്ലേ, ഒരു ഇച്ചിരി എടുത്തുള്ളൂ. ആദ്യം എന്നാ എടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് മീൻ പുരട്ടി വെക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതാണെന്ന് വെച്ചാൽ എന്നാലേ മീനിനകത്തെല്ലാം ഒന്ന് പിടിക്കത്തുള്ളേ. പക്ഷെ എല്ലാം ഇല്ല, ഇച്ചിരി സാധനങ്ങളേ ഉള്ളൂ. അതായത് നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞില്ലേ, നാരങ്ങാ നീരും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തേച്ച് നമുക്ക് മീൻ ആദ്യം ഒന്ന് പുരട്ടി വെച്ചേച്ച് ബാക്കി കാര്യം ചെയ്യാം. ഇതിനകത്തോട്ട് ഒരിച്ചിരി നാരങ്ങാ നീര്, ഒത്തിരി ഒഴിക്കേണ്ട, ഒരു 1/2 ടീസ്പൂണോളവും മതിയാവും. പിന്നെ എന്നാന്ന് വെച്ചാൽ എന്നാ പുളിയുണ്ട്, വിനാഗിരിയുണ്ട്. അന്നേരം എല്ലാത്തിനും കൂടെ ആകുമ്പോഴത്തേന് പുളി അങ്ങ് കൂടും. അന്നേരം കുറച്ച് ഒഴിച്ചേച്ചാൽ മതി, ഒരു 1/4 ടീസ്പൂണോളം ഒഴിച്ചേച്ചാൽ മതി. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി നല്ല മുളക്, അതായത് കുരുമുളക് പൊടി, പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട്, മുളക് പൊടി ഒന്നും ചേർക്കണ്ട, പിന്നെ ഒരു ഇച്ചിരി ഉപ്പ്, നല്ലതായിട്ടൊന്ന് തിരുമിയേച്ച്, അത് ഇച്ചിരി ഡ്രൈ ആവുമേ, എന്നാലും ഒരു ഇച്ചിരി വെള്ളം നനച്ചു കൊടുത്തു. അത് മീനയിലൊന്ന് പിടിക്കാനായിട്ട്, അരയ്ക്കും ഉള്ളിയോ ഒന്നും ചേർക്കുന്നില്ലല്ലോ, അന്നേരം ഒരു ഇച്ചിരി ഡ്രൈ ആയിരിക്കും. കൊഞ്ചാണെങ്കിൽ കൊഞ്ചിൽ ഇങ്ങനെ അങ്ങ് തേച്ച് പിടിച്ച് വെച്ചാൽ മതി. ഇതിനകത്തോട്ട് ഈ മീൻ അങ്ങ് ഇടുക. ഉപ്പും മഞ്ഞയും കുരുമുളകും ഒരു ഇച്ചിരി നാരങ്ങാനീരും മാത്രമേ ഇതിനകത്ത് തേച്ചിട്ടുള്ളൂ. ഇനി ആ മീൻ അവിടെ ഇരിക്കട്ടെ, കുറച്ച് നേരം ഒന്ന് മീനേൽ ഇതെല്ലാം ഒന്ന് പിടിക്കണ്ടായോ, അന്നേരം അത് അവിടെ ഇരിക്കട്ടെ. ആ സമയം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള അരപ്പ് ഉണ്ടാക്കണേ. അതിനെന്നാന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതായത് നമ്മുടെ മല്ലി, മുളക്, ഇതെല്ലാം ഒന്ന് വറക്കണം, എന്നാലേ അത് ഒക്കത്തുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് മീനൊന്ന് ഇച്ചിരി ആ ഉപ്പും നമ്മുടെ കുരുമുളകിൻ്റെ എരിവും ഒക്കെ ഒന്ന് പിടിക്കുവേ. അന്നേരം തീ അങ്ങോട്ട് കത്തിച്ചേച്ച് സിമ്മേൽ വെച്ചാൽ മതി, ചെറിയ തീയിലേ വെക്കാവുള്ളൂ. ഇതൊക്കെ ആന്നേലും പെട്ടെന്ന് അങ്ങ് മൂക്കുന്നതാന്നേ, അന്നേരം ഹൈ ഫ്ലെയിം ആന്നേലും ഒക്കത്തില്ല. ഇതിനകത്തോട്ട് ആദ്യം ഒരു ഇച്ചിരി ജീരകം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടുകയില്ല, കുറച്ച് നോർത്ത് ഇന്ത്യൻ ആണെന്നു അത്.
അപ്പോൾ ജീരകം കൂടുതൽ ഉപയോഗിക്കുന്നത് നോർത്ത് ഇന്ത്യയിലായിരുന്നു. അതുകൊണ്ട് നമുക്ക് വേണ്ടി അത്രയും മതി. നമ്മൾ കേരളക്കാർക്ക് അതിൽ കൂടിപ്പോയതിനാൽ തോരനും അവിയലും ഒക്കെയാണ് നമ്മൾ ജീരകം ഒത്തിരി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി എടുത്തോളൂ, ഒരു 1/4 ടീസ്പൂണോടെ എടുത്തോളൂ. ജീരകത്തിൻ്റെ ആ ഒരു ചുവയുണ്ടല്ലോ മുന്നിട്ട് നിൽക്കണ്ട. പിന്നെ അതിൽ ഒരു സ്പൂൺ, ഒരു വലിയ ടേബിൾ സ്പൂൺ മല്ലി. അഥവാ ഒരു ഇച്ചിരി പോരാന്ന് നമുക്ക് തോന്നുവാന്നേൽ നമുക്ക് ഇച്ചിരി പൊടി മൂപ്പിച്ചിട്ടേച്ചാൽ മതിയേ. പിന്നെ ഞാനൊരു 3-4 അല്ല, ഇതിന് എരിവ് ഇല്ലാത്തതുകൊണ്ടും കറിക്ക് ഇച്ചിരി കൊഴുപ്പ് വേണ്ടതെന്നും കൊണ്ട് ഞാനൊരു 7 എണ്ണം ഇടാൻ പോവാണേ. ഇതിനെ ഒന്ന് മൂപ്പിക്കണം, ഒത്തിരി അങ്ങില്ല. എന്നാലും നമുക്ക് മല്ലിയുടെ ഒക്കെ ഒരു എന്നാ പറയുന്നത്, ആ ഒരു റോ ടേസ്റ്റ് മാറുന്ന എങ്ങനെയാന്ന് വെച്ചാൽ അതൊരു ലേശം ബ്രൗൺ ആയി മാറുവേ. അന്നേരമാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, മല്ലി ഇപ്പം നല്ല നമ്മൾ ഇട്ടേ ആ നിറത്തിൽ നിന്ന് കുറച്ചൊന്ന് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ മൂപ്പിച്ച ഈ ഒരു ഫുൾ ഇൻഗ്രീഡിയൻറ്റും പിന്നെ അന്നേൽ വെളുത്തുള്ളി, ഇഞ്ചി ഇത് എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിതിനെ ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഞാനിതൊന്ന് അരച്ചെടുക്കാവേ. ഈ ഇൻഗ്രീഡിയൻറ്റിൽ ഏറ്റവും കൂടുതൽ ആദ്യം മൂക്കുന്ന ഏതാണെന്നറിയാമോ? ജീരകമാണേ. അത് കഴിഞ്ഞേച്ചാന്നു പിന്നെ വറ്റൽമുളക് മൂക്കുന്നത്, പിന്നെ മല്ലി മൂക്കത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ആദ്യമായിട്ട് ചെയ്യുന്നവരാന്നേൽ ആദ്യം മല്ലി ഇട്ടേച്ച്, പിന്നെ വറ്റൽമുളക് ഇട്ടേച്ച്, പിന്നെ ലാസ്റ്റ് ജീരകം ഇട്ടേച്ചാൽ മതി. ഇത് ഫുൾ ഇതിനകത്ത് ഇട്ടേച്ച് നമുക്ക് കുറച്ച് വെളുത്തുള്ളി വേണം, അതായത് ഒരു 3-4 എണ്ണം. മീൻ എന്തോരം എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ആ കണക്കനുസരിച്ച് എടുത്തേച്ചാൽ മതി. പിന്നെ ആന്നേൽ ഒരു കഷ്ണം, ഇതിപ്പോൾ ഓരോ കഷ്ണം ഇഞ്ചി എന്ന് പറയുന്നത് ഇത്രയും തന്നെയാണ്, പക്ഷെ നമുക്ക് അത്രയും വേണ്ട, ഇതിൻ്റെ നേർ പകുതി മതി. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി പുളിയുടെ വെള്ളവും കൂടെ ഒഴിച്ചേച്ച്, പുളി അതായത് പുളി വെള്ളത്തിൽ നമ്മൾ പിഴിഞ്ഞ് വെച്ചേക്കുവാന്നേ. ഇത് പുളി വെള്ളമാണ്, അതായത് പുളി ഇട്ട് പിഴിഞ്ഞ വെള്ളമായത്. അതിനകത്തോട്ട് ഒരു ഇച്ചിരി അരയാനും മാത്രം ഒഴിക്കുക, ഒത്തിരി വേണ്ട. പക്ഷെ എല്ലാം കൂടെ ആകുമ്പത്തേനുണ്ടല്ലോ ഒത്തിരി അങ്ങ് പുളിയാവുവേ. പിന്നെ അന്നേൽ അരയ്ക്കാൻ ഉണ്ടതാനും നമ്മൾ ഇച്ചിരി വെള്ളം ചേർത്ത് അരച്ചേച്ചാൽ മതി. ഇച്ചിരി പുളിയെ ഒഴിച്ചിട്ടുള്ളൂ, പക്ഷെ അതുകൊണ്ട് എന്നാ പറ്റിയ ചതഞ്ഞേ വരത്തുള്ളൂ. പക്ഷെ ഇതിനകത്ത് ഒരു ഇച്ചിരി വെള്ളവും കൂടെ ചേർത്താലേ നമുക്ക് നല്ല പേസ്റ്റായിട്ട് എടുക്കാനൊക്കത്തുള്ളൂ. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ അരച്ചത്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആ ചെറിയ സിമ്മേൽ ഉണ്ടല്ലോ, നമ്മുടെ മീനൊന്ന് ഇച്ചിരി വറുത്തെടുക്കുക. അതായത് കൂടുതൽ ഡീപ് ഫ്രൈ ഒന്നുമല്ല, കുറച്ച്. ഇപ്പം എന്നാന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ ഒരു മഞ്ഞ നമ്മൾ പുരട്ടി വെച്ചേക്കല്ലേ. അപ്പോൾ ബേസിക്കലി നമ്മൾ മഞ്ഞ ആന്നേലും നമ്മൾ ഏതെങ്കിലും കറിയിലൊക്കെ ഇടുവാന്നേലും ഉണ്ടല്ലോ, അതിനൊരു എന്നാ പറയുക, ഒന്ന് വെന്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു മഞ്ഞയുടെ ആ ഒരു ചൊവയെന്നൊക്കെ പറയുക, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഫ്രണ്ടിൽ നിൽക്കുവേ. അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ പുരട്ടി വെച്ചേക്കുന്ന മീനുണ്ടല്ലോ, ഒന്ന് ടിക്ക പോലെയൊക്കെ ഒന്ന് വറുത്തെടുക്കുക. ഒരുപാടല്ല, ഒന്ന് വറുത്തെടുത്തേച്ച് കറിയിലോട്ട് ചേർത്തേച്ചാൽ മതി. നമ്മുടെ ഫിഷ് ആന്നേൽ വേണ്ടേ, ഞാൻ പറഞ്ഞില്ലേ ടിക്ക പോലെ ഞാനൊരു ഇച്ചിരി വറുത്തെടുത്തിട്ടേ ഉള്ളൂ. എന്താ ഇത് ഫുൾ വെന്തോന്ന് ചോദിച്ചാൽ മീനിനധികം വേവൊന്നുമില്ല, പക്ഷെ എന്നാലും ഒരു ഇച്ചിരി എന്നാ പറയുക, ഒരു അര വേവൊക്കെ നമ്മൾ നല്ല ചൂടെണ്ണയെ കിടക്കുവാന്നേൽ മീൻ അങ്ങ് വേവുവേ. അപ്പോൾ ആ പരുവത്തിലാക്കിയിട്ട് ഞാൻ തേണ്ടേ നോക്കിയാൽ അവിടെ ഇവിടെ മാത്രം ഒരു ഇച്ചിരി മൊരിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ, ഒത്തിരി ഒന്നുമില്ല. പിന്നെ അന്നേരം അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ സ്വാർത്ഥതയുടെ പുറത്താണ് ഞാൻ ഈ കറിവേപ്പില ഇട്ടത്. ഞാൻ എന്നാ ചെയ്തു, ഈ നമ്മൾ ഫുൾ മീൻ അങ്ങോട്ട് വറുത്ത് വെച്ചേച്ചാൽ ഞാൻ ആ സെയിം എണ്ണ അത് ഒട്ടും വേസ്റ്റ് ചെയ്തില്ല, അത് ഒരു ഇച്ചിരി പോലെ ഉള്ളായിരുന്നേ. ബാക്കി അന്നേരം അതെടുത്ത് ഞാൻ ഈ ചട്ടിക്കകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അന്നേരം ചട്ടി നല്ല ചൂടായി വരുക.
അതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി എന്നാ പറയുക, കടുകിനൊക്കെ എന്നെ അളവ് പറയാനാ അല്ലേ, കുറച്ച് കടുക് ഇടും. ഇച്ചിരി കടുക് അങ്ങോട്ട് പൊട്ടിയേച്ച് നമുക്ക് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന കുറച്ച്, ഇതൊരു മുഴുത്തൊറ്റ സവാളയാണ്, നമ്മൾ മീൻ നോക്കി വെച്ചാൽ അതിൻ്റെ അളവ് അനുസരിച്ച് അരിഞ്ഞോണം. ഇതിപ്പോൾ ഒന്നേ ഉള്ളൂ. ഇത് നല്ലതായിട്ടൊന്ന് ഇതിനകത്ത് കിടന്ന് ഒന്ന് വഴലാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആ ടൊമാറ്റോയും കൂടി ഇടാവേ. ടൊമാറ്റോ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെയാണ്, ഇച്ചിരി നല്ലതായിട്ടൊന്ന് വഴന്നേച്ച് ആ തൊലിയെ നോക്കി ആ എന്നാ പറയുക, തൊലി പ്രത്യേകം ദശ പ്രത്യേകം, എന്നിട്ട് ഈ ഗ്രേവിയോയിട്ട് അങ്ങ് ചേരുവല്ലേ എന്ന് പറഞ്ഞ കൂട്ട് നല്ലോണം ഒന്ന് മൂക്കണം. അത് തന്നെയാണ് പറയുന്നത്. ഉള്ളിയും കടുകും ടൊമാറ്റോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അപ്പുറം അപ്പുറം ഒന്ന് നോക്കിയേക്കരുത്. ഒരു നല്ലൊരു ഏതാ കറിവേപ്പില ഇട്ടോണം. അല്ലേ തന്നെ അതിൻ്റെ ഒരു മണം എന്ന് പറയുന്നത് ഒരു നല്ല മണമല്ലേ, ഈ ഉള്ളി മൂക്കുന്നതൊക്കെ മണം. അത് മാത്രമല്ല ചൂടെണ്ണയിൽ കറിവേപ്പില അങ്ങോട്ട് വീഴുമ്പോൾ ഉള്ള ഒരു മണം ഉണ്ടല്ലോ, അത് നല്ല മണം. അതൊക്കെയാന്നു നമ്മുടെ ഒരു കറിയുടെ ഒരു എന്നാ പറയുക, ഒരു ഉഷാറല്ലേ, അല്ലേ എന്നത്തിനും കൊള്ളാം അല്ലേ. ഈ ടൊമാറ്റോ ഉണ്ടല്ലോ ഇച്ചിരി ഒന്ന് വഴന്നു കഴിഞ്ഞാൽ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന അരപ്പില്ലേ, അത് ഇതിനകത്തോട്ട് ഇടണം. തീ അങ്ങോട്ട് കുറച്ചേച്ച്. നല്ല സിമ്മയിൽ വെച്ചേച്ചാൽ എന്നാ ചെയ്യണം, നമ്മൾ ഈ അരപ്പ് മുഴുവൻ ഇതിനകത്ത് ചേർത്തേക്കുവാന്ന്. ആ മിക്സിക്കകത്തുള്ളതൊക്കെ ആന്നേലും ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് മൊത്തമായിട്ട് അങ്ങ് എടുത്തു. എന്നുവെച്ചാൽ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പിടുക. നമ്മൾ ഇതുവരെ ആ മീനിന് മാത്രം ഉപ്പിട്ടിട്ടുള്ളൂ. പക്ഷെ ഉപ്പിടുമ്പം ശ്രദ്ധിക്കേണ്ട എന്നാന്ന് വെച്ചാൽ മീനിനകത്ത് ഉപ്പുണ്ടേ, അന്നേരം ഗ്രേവിക്ക് മാത്രമേ ഉപ്പ് വേണ്ടുള്ളൂ. പക്ഷേ നമ്മൾ ചേർക്കുന്ന ഇനിയുണ്ട് തേങ്ങാപ്പാലൂടെ ചേർക്കാനുള്ളതാണ്. അന്നേരം അത് കണക്കാക്കി വേണം ഇച്ചിരി ഉപ്പിടാനേ. ഇപ്പം ഞാൻ ഗ്രേവിക്ക് കണക്കാക്കി എടുത്തോളൂ. പിന്നെ ലാസ്റ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി ഇട്ടേച്ചാൽ മതിയല്ലോ. പിന്നെ പുളി ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് പുളി പിന്നെ അങ്ങോട്ട് ഒഴിക്കാൻ നിൽക്കരുത്. മീനയിലാന്നേലും നമ്മൾ നാരങ്ങാനീര് ചേർത്തേക്കുക. അപ്പം എല്ലാം കൂടെ ആകുമ്പോഴത്തേനും ഒരു ഇച്ചിരി പുളിയായി പോകും. അപ്പോൾ എന്നാൽ ആലോചിക്കും ഏതെങ്കിലും ഒന്ന് ചേർത്താൽ പോരെയെന്ന്. പക്ഷെ അതല്ല, ലെമണിൻ്റെയും എല്ലാത്തിൻ്റെയും, വിനീഗറിൻ്റെയും ടൊമാറ്റോയുടെയും ആ ടാമറിൻ അതായത് പുളിയുടെയും എല്ലാത്തിൻ്റെയും ഒരു ടേസ്റ്റ് ഈ കറിക്ക് വരണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാം ഇച്ചിരി ഇച്ചിരി ചേർത്തേച്ചാൽ മതിയേ. പിന്നെ ആന്നേൽ ഇത് ഇച്ചിരി ഒന്നായി കഴിയുമ്പോഴത്തേന് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വിനാഗിരി, എല്ലാം ഇച്ചിരി ഇച്ചിരി, ഇതെല്ലാം ചേർക്കുന്ന പുളിയുള്ളതാണ് കൊണ്ട് അതും ഒരു 1/4 ടീസ്പൂണോളം ചേർത്തേച്ചാൽ മതി. അതിൻ്റെ കൂടെ അതേപോലെ ഒരു 1/4 പകുതി, അന്നേരം അത്രയും ഒരു സ്വീറ്റ്നെസ് വരാൻ വേണ്ടി മാത്രം ഒരു ഇച്ചിരി പഞ്ചസാര. അന്നേച്ച് ഈ അരപ്പും വെള്ളവും എല്ലാം കൂടെ വറ്റിയേച്ച് ഒന്ന് എണ്ണ തെളിഞ്ഞു വരണം. എന്നുവെച്ചാൽ നമുക്ക് മീൻ ചേർത്താൽ മതിയേ. അരപ്പ് നമ്മൾ മൂപ്പിച്ചതാന്നു, എന്നാൽ പോലും ആ ഒരു എന്നാ പറയുന്ന ആ മൂത്ത ഒരു മണം വരണ്ടേ. എന്ന് വെച്ചാൽ എന്നാലല്ലേ ആ അരപ്പൊന്ന് വേവത്തുള്ളൂ. പിന്നെ ആന്നേൽ എണ്ണയൊന്ന് തെളിഞ്ഞു കഴിയുമ്പോഴാ മീനിനൊരു രുചി വരുന്നത്.
ഇപ്പം ഇതിനകത്തുള്ള എണ്ണയൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആ തക്കാളിയൊക്കെ ആന്നേലും ആ ഗ്രേവിക്കകത്തോട്ട് ഇങ്ങനെ അങ്ങ് ആയി. അപ്പം പിന്നെ ഇനി അതിനകത്ത് ആ തിക്ക് ഗ്രേവി ആവുമായിരുന്നു. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എണ്ണയൊക്കെ സൈഡിലാന്ന് നല്ലതായിട്ട് തെളിഞ്ഞ് എണ്ണ പെട്ടെന്ന് തെളിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തന്നപോലെ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്ത് അങ്ങ് തെളിയിച്ചെടുക്കുക. അപ്പോൾ എന്നാ പറ്റും എന്നറിയോ, അരപ്പും എല്ലാം വേവുകയും ചെയ്യും, ആ ഉള്ളിയെല്ലാം വേവുകയും ചെയ്യും, അതൊക്കെ മാഷായി പോവുകയും ചെയ്യും. മാത്രമല്ല എണ്ണ തെളിഞ്ഞ് വരികയും ചെയ്യും. അപ്പോൾ ഒത്തിരി അങ്ങ് ഒഴിച്ചേക്കരുത്, ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം എണ്ണ തെളിയിക്കാനേ. ഇനി ഇതിനകത്തോട്ട് ഒരു ഹാഫ് കപ്പ്, ഇപ്പം ഞാനൊരു ഫുൾ കപ്പ് തേങ്ങാപ്പാലാന്നു എടുത്തു വെച്ചേക്കുന്നത്. ഇതിനകത്തോട്ട് ഒരു ഹാഫ് കപ്പ് ഞാനിപ്പോൾ ഒഴിക്കുക. ഹാഫ് കപ്പ് ഒഴിച്ച് വെച്ച് ആ അരപ്പും ആ തേങ്ങാപ്പാലും നല്ലതായിട്ടൊന്ന് ഇളക്കി ചേർക്കുക. മീനിന് ചാറ് എത്രയാ വേണ്ടിയെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണം തേങ്ങാപ്പാലും. ഒന്നെങ്കിൽ രണ്ടാം പാൽ ഒഴിക്കുന്നതുകൊണ്ട് വിഷമമൊന്നുമില്ല. ഇനിയിപ്പോൾ എനിക്ക് വയ്യാമ്മ രണ്ടാം പാലൊന്നും എടുക്കാനൊക്കെ മെനക്കേടാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു സ്പൂൺ വെള്ളം ഒഴിച്ച്, അഥവാ നമ്മുടെ കയ്യിൽ രണ്ടാം പാൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്തേച്ച് ഒന്നാം പാൽ നല്ല കട്ടിക്ക് എടുത്തിട്ട് ഞാനിപ്പോൾ പകുതിയല്ലേ ഒഴിച്ചുള്ളൂ. അന്നേരം ആദ്യമേ രണ്ടാം പാൽ ഒഴിച്ച് മീൻ അങ്ങോട്ട് ഇച്ചിരി വേവിച്ച് അതിൻ്റെ ആ ഒരു എന്നാ പറയുന്നത് ഫുൾ എക്സ്ട്രാക്ട്സ് ഒക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേന് വാങ്ങാൻ നേരം ബാക്കി തലപ്പാലും കൂടി ഒഴിച്ചേച്ചാൽ മതി. ഇപ്പം ഞാൻ എൻ്റെ രണ്ടാം പാൽ ഇല്ലാത്തതുകൊണ്ട് ഒരു ഇച്ചിരി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, അത് ഇച്ചിരി വെള്ളം ഒഴിച്ചേ. അന്നേരം ഇത് അങ്ങോട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചില്ലായിരുന്നോ മീൻ, അത് ഇതിനകത്തോട്ട് ഇടണേ. ഇതൊന്ന് പതുക്കെ, അതായത് മീൻ ഒന്ന് വെന്തതാന്നു. അന്നേരം ഒരുപാട് മീനായിട്ട് ഉപദ്രവിച്ചാൽ നമുക്ക് ഈ മീൻകറി തോരനാക്കി എടുക്കേണ്ടി വരും. അതുകൊണ്ട് അതിനെ അധികം ഉപദ്രവിക്കാതെ അതിനെ പക്ഷേ എന്നാൽ ആ ഫുൾ മീനിനെ ഉണ്ടല്ലോ ആ ഗ്രേവിക്കകത്തോട്ടാക്കണേ. അമ്മമാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ വഴക്ക് പറയും. അന്നേരം ഓടി വന്നേച്ചും പറയും ആ ചട്ടി അങ്ങോട്ട് ചുറ്റിക്കല്ലേ വേണ്ട, ഇങ്ങനെ സ്പൂൺ ഇട്ട് ഇളക്കി ആ മുഴുവൻ പൊടിഞ്ഞു പോകരുതെന്ന് പറയും. പക്ഷെ നമുക്ക് അത്രയും കൈവാക്കില്ലാത്തതുകൊണ്ട് നമ്മളൊന്നും ഈ പണി ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അത് ഫുൾ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇടുക. കറിവേപ്പിലൊന്നും ഇല്ലെന്നില്ല കൊണ്ടല്ലോ മീൻകറി കൊള്ളുകയില്ല. ഇനി എന്നാ ചെയ്യേണ്ടതെന്നറിയോ, ഇത് കുറച്ച് നേരം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ചെറിയ തീയേൽ വെച്ചേച്ച് കുറേ നേരം, അതായത് ആ മീനൊന്ന് കുറച്ച് ഹാഫേ വെന്തിട്ടുള്ളൂ, ബാക്കിയും കൂടെ വെന്തേച്ച് ഇതിനകത്ത് നിന്ന് ആ വെള്ളമൊക്കെ ഒന്ന് ഊറി നമ്മൾ ചേർത്തേക്കുന്ന എല്ലാ ഉപ്പും പുളിയും മധുരവും എല്ലാം കൂടെ ഒന്ന് ചേർന്ന് പിടിക്കുന്ന ഒരു നേരമുണ്ട്. അത്രയും നേരം നമ്മൾ ഈ മീൻകറീനെ ഉപദ്രവിക്കാതെ വിട്ടു കൊടുക്കുക. ഇളക്കി ഒന്നെങ്കിൽ ചട്ടി ചുറ്റിക്കുകയോ അല്ലെങ്കിൽ സ്പൂൺ വെച്ച് പതുക്കി ഒന്ന് ഇളക്കി ഒന്ന് ശ്രദ്ധിച്ചോണം, ചടി പിടിച്ചു പോകല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ ചെറിയ തീയേലിട്ട് മീനൊന്ന് ഫുൾ വേവിച്ചെടുക്കുക. ഇനി ഇത് നല്ല ചെമ്പാവരി ചോറിൻ്റെ കൂടിയോ അല്ലെന്നുണ്ടെങ്കിൽ വൈറ്റ് റൈസോ അപ്പത്തിനോടോ എന്നാ വേണേലും കഴിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ മീൻകറി നല്ല എരിവും ഉപ്പും പുളിയും മധുരവും എല്ലാം കൂടെ ഉള്ള ഒരു മീൻകറിയാണ്. നല്ല ചോറുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ചോറുണ്ണു അല്ലേ, പക്ഷെ ഇപ്പം ഉണ്ണാനൊക്കത്തില്ല, നമുക്കിത് വെന്താലേ പറ്റത്തുള്ളൂ. നമ്മുടെ ഫിഷ് കറി ഇവിടെ റെഡിയാണ്. അതിൻ്റെ കൂടെ വൈറ്റ് റൈസ്, അതിൻ്റെ കൂടെ അപ്പം ആന്നേലും നല്ലതാട്ടോ, ടേസ്റ്റിന് ബെസ്റ്റാണ്. പക്ഷേ ഇച്ചിരി സ്പൈസ് കുറച്ചിട്ടുണ്ട്.